ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു റിഫ്രാക്ഷൻ എന്ന് വരെയാണ്. വെൻ എ റേ ഓഫ് ലൈറ്റ് enters obliquely from one medium to another of different optical densities, it undergoes deviation at the surface of separation of the medium. This phenomenon is refraction. ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി ഒരു ലൈറ്റ് റേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയത്തിന് ഒരു ലൈറ്റ് റേയെ എത്രത്തോളം റിഫ്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കും. അതായത് ഒരു മീഡിയത്തിന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എത്ര എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലേ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ലൈറ്റ് റേക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അപ്പോൾ കുറച്ച് നല്ലോണം ഡീവിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏത് ഭാഗത്തേക്ക് ഡീവിയേറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനുണ്ട് അത്രേ. ഓക്കെ, ദ എബിലിറ്റി ഓഫ് ലൈറ്റ് ടു അണ്ടർഗോ റിഫ്രാക്ഷൻ ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് എത്രത്തോളം റിഫ്രാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡീവിയേഷൻ, എങ്ങോട്ടേക്കുള്ള ഡീവിയേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയാൻ പറ്റുള്ളൂ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റീനെ ബേസ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻ ടേൺ റിലേറ്റഡ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. എങ്ങനെയാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലായിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. ഒരെണ്ണം കൂടുമ്പോൾ മറ്റേതും കൂടും, കുറയുമ്പം തിരിച്ചും. ഓക്കെ, ഇനി നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ. അതായത് ഒരു മീഡിയത്തിന് എത്രത്തോളം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻറ്റാണ് ആക്ച്വലി എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മീഡിയത്തിന് എത്രത്തോളം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, പക്ഷേ അതിനൊരു ഡെഫിനിഷനായിട്ട് പറയാനാണെങ്കിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. ഓക്കെ, നമുക്കറിയാം സി ആണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ. സി ഉപയോഗിച്ചാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ലൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ സി ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം വിചാരിക്കുക ഒരു മീഡിയം വാക്വമാണ്, എയർ ആണെന്ന് വിചാരിക്കുക, വാക്വം ഓർ എയർ. അതിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പം അവിടെ ഡീവിയേഷൻ ഉണ്ടാവും. അതായത് ഈ മീഡിയത്തിൽ എത്തുമ്പോൾ ഇപ്പോൾ എയർ അല്ലെങ്കിൽ വാക്വത്തിലാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് സി എന്ന് പറയുന്നത്. ഇത് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിൽ ചേഞ്ച് വരും. ചിലപ്പോൾ മിക്കവാറും എന്തേ സംഭവിക്കുള്ളൂ, കുറയാനാണ് സാധ്യത. കാരണം ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം നമ്മുടെ എയർ തന്നെയാണ്. അപ്പോൾ എയറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്തായാലും വെലോസിറ്റി കുറയാണ് ചെയ്യുക. ഇനി എന്തായാലും വെലോസിറ്റിയിൽ സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവും നമുക്കറിയാം. ആ സ്പീഡിനെ നമുക്ക് വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം സി ആണ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഏത് മീഡിയത്തിലേക്കാണോ പോകുന്നത് ആ മീഡിയത്തിലുള്ള വെലോസിറ്റി, സി ബൈ വി. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഓക്കെ, ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. refractive index n is equal to speed of light in vacuum by speed of light in medium.
സിയുടെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. സി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാമെങ്കിൽ, അതായത് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാമെങ്കിൽ ആ മീഡിയത്തിലേക്കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ലൈറ്റ് എയർന്ന് വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, എയറിൽ ലൈറ്റിൻ്റെ സ്പീഡ് സിയും വാട്ടറിൽ ലൈറ്റിൻ്റെ സ്പീഡ് വിയും ആണല്ലോ. ഓക്കെ, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അറിയാമെങ്കിൽ, നമുക്കറിയാം കുറേ സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അത് നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ, ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിക്കാം. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അറിയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അറിയാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിക്കാമല്ലോ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാമെങ്കിൽ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് n = c/v എന്നുള്ള ഇക്വേഷൻ എഴുതി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ടാണ് വരുന്നത്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂസും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. വാട്ടറിൻ്റെത് നിങ്ങൾക്ക് 1.33 എന്നും ഗ്ലാസിൻ്റെത് 1.5 എന്നും കിട്ടും. 1.5, 1.52 അങ്ങനെ കിട്ടും കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുന്നതും നല്ലതാണ് ഈ വാല്യൂസ്. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ നമ്മൾ 1 എന്നല്ലേ ഇപ്പോൾ ഇവിടെ കിട്ടിയത്. അതിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം, എയറിലേക്കൂടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പം സ്പീഡ് എത്രയാണ്. അതായത് n = c/v ആണ്. എയറിൻ്റെ കേസിൽ n എത്രയാണ്? 1 അല്ലേ. എയറിൻ്റെ കേസിൽ n 1 ആണ്. അപ്പോൾ 1 = c എത്രയാണ്? 3 × 10⁸ ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എയറിലേക്കൂടി വാട്ടറിൻ്റെ വെലോസിറ്റി എയറിലേക്കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ്. നോക്കിയേ, 1 = 3 × 10⁸ അല്ലേ. ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? v = 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ എന്താണ്? എയറിലും വാക്വത്തിലും വെലോസിറ്റി ഓഫ് ലൈറ്റ് നമുക്ക് 3 × 10⁸ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇനി ഇതിൽ ഇടയിലും ലാസ്റ്റും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഒരു സെറ്റായി ഒന്നിച്ച് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ തിയറി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നൗ ഒപ്റ്റിക്കൽ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞിരുന്നു കുറച്ചൊരു തിക്നെസ് കൂടിയ മീഡിയം, ആ രീതിയിൽ ചിന്തിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി കുറയും, ബുദ്ധിമുട്ടാണ് പോകാൻ. അതേസമയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലേക്കൂടി സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലേക്കൂടി നമുക്ക് സ്ലോ ആയി മാത്രമേ, അല്ലെങ്കിൽ ലൈറ്റിന് സ്ലോ ആയി മാത്രമേ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, the speed of light is less in a medium of higher refractive index. Okay, and vice versa. മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ. ദെൻ നമ്മൾക്കറിയാം, ഞാൻ പറഞ്ഞു ഡ്യൂ ടു റിഫ്രാക്ഷൻ ഡീവിയേഷനാണ് സംഭവിക്കുന്നത് അല്ലേ. ലൈറ്റ് റേയുടെ പാത്തിൽ ഡീവിയേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടുള്ള ഡീവിയേഷൻ, എങ്ങനെയാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അതിന് മുമ്പായി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടും എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വേരിയബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ എ ബി കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ എ ബി.
ഈ എ ബിയെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയും അല്ലേ, എന്നിനെ നമ്മൾ നോർമൽ റേ എന്ന് പറയും. അതേപോലെ ബി ആണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് അല്ലേ, എവിടെയാണോ ലൈറ്റ് റേ വന്ന് വീഴുന്നത് അത് ബി ആണ്. അതുപോലെ ബി സി എന്ന് പറയുന്ന ലൈറ്റ് റേ ആണെന്ത്, റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ, റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ. ഇനി നോക്കിയേ, റിഫ്ലക്ഷൻ്റെ കേസിലെ പോലെയല്ല, റിഫ്രാക്ഷനിൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, എന്തിൻ്റെയൊക്കെ ഇടയിലുള്ള ആംഗിളാണ്, ഇൻസിഡൻറ്റ് റേയും നോർമൽ റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ, ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാറും കേട്ടോ. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്, ഈ രണ്ട് ആംഗിളും ഒരിക്കലും ഈക്വൽ അല്ല കേട്ടോ, ആംഗിൾ ഈക്വൽ അല്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ അല്ലേ, അത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എ ബി ആണ് ഇൻസിഡൻറ്റ് റേ, ബി സി ആണ് റിഫ്രാക്റ്റഡ് റേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ABN കണ്ടോ, ഈ ഒരു ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കുറവായിട്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വന്നതല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ വെച്ച് വേണമെങ്കിൽ മെഷർ ചെയ്ത് നോക്കാം. അങ്ങനെയല്ലേ വന്നിട്ടുള്ളത്. മേലെ കൊടുത്തിരിക്കുന്ന ആംഗിൾ ഇത് കൂടുതലാണ്, ഇത് കുറവാണ്. ഈ കേസിലാണെങ്കിൽ ഇത് കൂടുതലാണ്, ഇത് കുറവാണ്. അപ്പോൾ എയർ ടു വാട്ടർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കുറവാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തിയറി നോക്കാം. അതായത് എങ്ങനെയാണ് ഡീവിയേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് മീഡിയം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് റിഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്യുക അല്ലേ. മിനിമം എന്ത് വേണം, വാട്ട് ഈസ് ദ മിനിമം റിക്വയർമെൻറ്റ്, ഒരു സെറ്റ് ഓഫ് മീഡിയം വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ എയറും വാട്ടറും ഉണ്ട്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിരുന്നു അല്ലേ, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിരുന്നു. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. 1.33. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ് കൂടുതൽ, വാട്ടറിനാണ് കൂടുതൽ, എയറിന് കുറവാണ്. അപ്പോൾ ഈ രണ്ട് നമ്മൾ എടുക്കുന്ന മീഡിയം കമ്പയർ ചെയ്യുമ്പോൾ എയറിനെ നമ്മൾ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറയും. റെയറർ മീഡിയം കേട്ടോ, ഒപ്റ്റിക്കലി റെയറർ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിനെ നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയും. ഒപ്റ്റിക്കലി റെയറർ ആൻഡ് ഒപ്റ്റിക്കലി ഡെൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെറ്റ് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത്, അതായത് ഫിഗർ 18A നോക്കുന്ന സമയത്ത് നമുക്ക് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം വാട്ടറാണ്. അപ്പോൾ ഇത് റെയറർ, ഇത് ഡെൻസർ. ഓക്കെ, ഇനി വാട്ടറും ഗ്ലാസ്സും എടുക്കുമ്പോഴെത്രയാ, ഇവിടെ 1.5ഉം ഇവിടെ 1.33 അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഏതാ റെയറർ മീഡിയം, എഗെയിൻ ഇത് തന്നെയാണ് റെയറർ മീഡിയം, ഇത് ഡെൻസർ ആണേ. ഓക്കെ, എല്ലാ കേസിലും നമുക്ക് റെയറർ ആദ്യം പിന്നീട് ഡെൻസർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ ഓരോ എക്സാമ്പിളും നിങ്ങളെടുത്ത് നോക്കുക. ഇവിടെ ഓരോ കേസിലും നോർമൽ ഇൻസിഡൻസ് ഒഴികെ, നോർമൽ ഇൻസിഡൻസിൽ എന്തില്ല, ഡീവിയേഷൻ ഇല്ല, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഇല്ല, ഏത് സെറ്റ് മീഡിയം എടുത്താലും. ഓക്കെ, ബാക്കിയെല്ലാം ഫിഗർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവാണ് വരുന്നത്. അഥവാ ഇവിടെ ഇപ്പോൾ റിഫ്രാക്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. റിഫ്രാക്ഷൻ ഇല്ല എങ്കിൽ ഈ വരുന്ന ലൈറ്റ് റേ ശരിക്കും എന്താ ചെയ്യുക, ഇങ്ങനെ നേരെ പോകേണ്ടതല്ലേ. റിഫ്രാക്ഷൻ ഇല്ല എങ്കിൽ ഇതിങ്ങനെ നേരെ പോകേണ്ടതായിരുന്നു അല്ലേ. ഇവിടെ ഇപ്പം റിഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു, ഈ ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് വളഞ്ഞില്ലേ, ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതല്ലേ. സോ ദർ ഈസ് എ ബെൻഡിങ്. അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് റേ
നോർമലിനടുത്തേക്ക് വളയും. നോർമലിന് അടുത്തേക്ക് വളയും. നോക്കി എല്ലാ കേസിലും അങ്ങനെയല്ലേ. റെയറർ ടു ഡെൻസർ ട്രാവൽ ചെയ്യുമ്പം നേരെ പോകേണ്ട ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു? നോർമലിനടുത്തേക്ക് വളഞ്ഞു. ഓക്കെ, ഇപ്പോൾ റെയറർ ടു ഡെൻസർ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ചും നമുക്ക് പറയാം കേട്ടോ. ഡെൻസർ ടു റെയറാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? റെയറിലേക്കാണ് വരുന്നതെങ്കിൽ നോർമലിൽ നിന്ന് അകന്നു പോകും കേട്ടോ. നോർമലിൽ നിന്ന് അകന്നു പോകും. ഓക്കെ, ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു വാട്ടർ? എയറിൽ നിന്ന് വാട്ടറിലേക്ക്, ഞാൻ പറയുമ്പോൾ അത് മനസ്സിലേക്ക് വരണേ. എയർ, വാട്ടർ, റെയറർ ടു ഡെൻസർ. അപ്പോൾ എന്ത് ചെയ്യും? ഡെൻസറിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ടുവേർഡ്സ് ദ നോർമൽ, ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. വാട്ടർ ടു എയർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ തിരിച്ച് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. അതായത് ഇതിൻ്റെ ചിത്രം കൂടി ഞാനൊന്ന് വരച്ചു തരാം. ഇവിടെ നമുക്ക് എയർ ആണെന്ന് വിചാരിക്കുക, ഇവിടെ വാട്ടർ. ഓക്കെ, അപ്പോൾ ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. ഇവിടെ നമുക്ക് നോർമൽ റേ ഉണ്ട്. റിഫ്രാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ പോയേനെ അല്ലേ, നേരെ അങ്ങ് പോയേനെ. റിഫ്രാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നേരെ അങ്ങനെ പോയേനെ. പക്ഷെ റിഫ്രാക്ഷൻ ഉണ്ട്. റെയറർ ടു ഡെൻസറാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? എവേ ഫ്രം ദ നോർമലാണ് ലൈറ്റ് റേ ബെൻഡ് ചെയ്യുക. ലൈറ്റ് റേ ഈ നോർമലിൽ നിന്ന് ദൂരേക്ക് പോകും. നേരെ വരേണ്ട ലൈറ്റ് റേ നോർമലിൽ നിന്ന് ദൂരേക്ക്. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് കേട്ടോ. അത് മാറിപ്പോവാത്ത രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെൻ ലൈറ്റ് റേ എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ, the incident ray, the refracted ray and the normal at the point of incidence will be on the same plane. നമ്മൾ കണ്ടതാണല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ മീഡിയത്തിൻ്റെ ഇൻ്റർഫേസ്, സെപ്പറേഷൻ എന്ന് വിചാരിക്കുക. ഇവിടെ വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ എയർ ആണെങ്കിൽ ഇതാണ് ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ഇവിടെ നോർമൽ ഉണ്ടാവുമല്ലോ. ഇത് മൂന്നും എന്താണ്? ഒരേ പ്ലെയിനിലല്ലേ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഓൺ ദ സെയിം പ്ലെയിൻ. സെക്കൻഡ് പോയിന്റ്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റെയറർ ടു ഡെൻസർ മീഡിയം, ഓർമ്മിച്ച് വെക്കണം, റെയറർ ടു ഡെൻസർ മീഡിയം, ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. എവിടേക്കാണ് എത്തുന്നതെന്ന് ഓർമ്മിച്ചാൽ മതി. കട്ടിയുള്ള മീഡിയത്തിലാവുമ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക്. ഓക്കെ, when light enters from optically denser to rarer medium, it deviates away from the normal. A ray incident normally at the surface of separation of the medium does not undergo any deviation. അതായത് നോർമൽ ഇൻസിഡൻസിൻ്റെ കേസിൽ എന്തില്ല? റിഫ്രാക്ഷൻ ഇല്ല. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് ലാബ്. ഒരു ഗ്ലാസ് ലാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്ന ഇത് തന്നെയാണ് ഗ്ലാസ് ലാബ്. നിങ്ങളുടെ സ്കൂളിലെ ലാബുകളിൽ ഇതുണ്ടാവും. ഒന്ന് ടീച്ചറോട് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ലാബിലേക്കൂടെ എങ്ങനെയാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു റേ ഡയഗ്രാം നമ്മൾ വരയ്ക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, ഇതിപ്പം ഞാനിതൊന്ന് അതായത് ഇതുപോലെ അല്ലാതെ ഞാനൊരു രീതിയിൽ വരച്ച് കാണിക്കാം. നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഗ്ലാസ് ലാബ് എന്ന് വിചാരിക്കും. ഇതാണ് ഗ്ലാസ് ലാബ്. ഈ ഗ്ലാസ് ലാബ് നമ്മളൊരു ഇൻസിഡൻറ്റ് റേ വരക്കുന്നു. ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഓക്കെ, ഇനി ഈ പോയിൻ്റാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഞാനൊന്ന് സൂം ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണല്ലോ നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കുക. ഓക്കെ, ഞാൻ നോർമൽ വരച്ചു. ഇനി എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? റെയറർ ടു ഡെൻസർ അല്ലേ.
റെയറർ ടു ഡെൻസറാണ്. കാരണം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ബെൻഡ് ചെയ്യും? ടുവേർഡ്സ് നോർമലാണ് ബെൻഡ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ നേരെ പോകേണ്ട ലൈറ്റ് റേ കുറച്ച് ഇങ്ങോട്ടേക്ക് വളയും അല്ലേ, കുറച്ച് നോർമലിൻ്റെ അടുത്തേക്ക് വളഞ്ഞു. ഓക്കെ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടില്ല, വളഞ്ഞു. ഇനി എന്ത് സംഭവിക്കും? ഈ ഒരു പോയിന്റിൽ നമ്മൾ വീണ്ടും നോർമൽ വരച്ചു കൊടുക്കുന്നു. ഇത് നേരെ പോകുന്നതിന് പകരം ഇവിടെ നേരെ തിരിച്ചായ കേസ് ഗ്ലാസ് ടു എയർ അല്ലേ വരുന്നത്. ഗ്ലാസ് ടു എയർ എന്ന് പറയുമ്പോൾ ഡെൻസർ ടു റെയറർ ആയതുകൊണ്ട് എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും ഇത് ബെൻഡ് ചെയ്യുന്നത്. കണ്ടോ, എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും ഇത് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വരക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇത് വരച്ചത് കറക്റ്റാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവും? ഈ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് റേയും ഈ എമർജൻറ്റ് ലൈറ്റ് റേയും, പുറത്തേക്ക് വരുന്ന ലൈറ്റ് റേയും അകത്തേക്ക് പോയ ലൈറ്റ് റേയും പാരലലായിരിക്കും കേട്ടോ, പാരലലായിരിക്കും. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ വരച്ചു തരാം കേട്ടോ. ഓക്കെ, അതുതന്നെയാണ് ഈ ഒരു ഫിഗർ തലതിരിച്ച് വെച്ച രീതിയിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരച്ചാലും മതിയാവും ഞാൻ ഈ പറഞ്ഞതുപോലെ. ഓക്കെ, ഇനി നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അറ്റ് വിച്ച് പോയിൻറ്റ്സ് ഡു റിഫ്രാക്ഷൻ ഒക്കർ ഫോർ ദ റേ ഓഫ് ലൈറ്റ്? എവിടെയൊക്കെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെന്നാണ്. രണ്ട് മീഡിയം വരുന്ന ഇൻ്റർഫേസിലാണ് റിഫ്രാക്ഷൻ നടക്കുക അല്ലേ. അതായത് ഇവിടെയും റിഫ്രാക്ഷൻ നടന്നിട്ടുണ്ട്, ഇവിടെയും. ഓക്കെ, ഡ്രോ ദ റേ ഡയഗ്രാം ഷോയിങ് ദ റിഫ്രാക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് ഇൻ എ ഗ്ലാസ് ലാബ് ഇൻ ദ സയൻസ് ഡയറി. അത് നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. യെല്ലോ ലൈറ്റ് ടു ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദ ഗ്ലാസ് ലാബ് ഡസ് റിഫ്രാക്ഷൻ ഒക്കർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് നോർമൽ ഇൻസിഡൻസിന് എന്തെന്ന് സംഭവിക്കുന്നില്ല, റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കുറേ ആക്ടിവിറ്റീസ് നമുക്കിങ്ങനെ എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതായത് കണ്ടോ, ഈ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബക്കറ്റിലോ, നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ഓരോ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടാവും, ഒരു കോയിൻ ബക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് വേറൊരു കോയിൻ അതിൻ്റെ മേലേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല എന്ത് കോയിനെ നമ്മൾ കാണുന്നത്. അതിൻ്റെ റീസൺ റിഫ്രാക്ഷനാണ്. അതായത് ഞാൻ പറഞ്ഞു ലൈറ്റ് റേ, നമ്മൾ ആ ഒരു പെൻസിലിൻ്റെ കേസ് കണ്ടല്ലോ, റിഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിനെ വേറൊരു സ്ഥലത്താണ് കാണുകയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു കോയിന്ന് വരുന്ന ലൈറ്റ് റേ കുറച്ച് വളഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ, കുറച്ച് വളഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഈ ഒരു ഇൻ്റർഫേസ് എത്തുന്ന സമയത്ത് ലൈറ്റ് റേ വളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ട്രെയിറ്റ് ലൈൻ, ലൈറ്റ് റേ സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്തതെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബാക്ക്വേർഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അതാണ് ഈ ബ്ലാക്ക് ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ലൈറ്റ് റേ വന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ കോയിനെ നമ്മൾ അവിടെ കാണും അല്ലേ. അതായത് കോയിൻ കുറച്ച് റൈസ് ആയതായിട്ട് തോന്നും, കുറച്ച് ഉയർന്നു വന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് ആക്ച്വൽ പൊസിഷനിലല്ല നമ്മൾ എന്തിനെ കാണുന്നത്, കോയിനെ കാണുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളിപ്പം കടലിലും പുഴയിലും കുളത്തിലൊക്കെ ഓരോരോ സാധനങ്ങൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് വിചാരിക്കാറില്ലേ. അത് ശരിക്ക് അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ പൊസിഷൻ കുറച്ച് മേലേക്കോ അങ്ങനെ മാറിയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ നോക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ നമ്മൾ കുളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആഴമില്ല നമുക്ക് തോന്നും അല്ലേ. അതും എന്താണ് കാരണം, റിഫ്രാക്ഷനാണ്. വാട്ടർ ലെവൽ മേലേക്കാണ് എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള ആക്ടിവിറ്റീസാണ് കംപ്ലീറ്റ്. ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയേഴ്സ് എലിവേറ്റഡ് വെൻ വ്യൂഡ് ഫ്രം ദ ഡിസ്റ്റൻസ് ദാൻ ഫ്രം എ നിയറർ പോയിൻറ്റ്. പീപ്പിൾ ഹൂ എൻഗേജ് ഇൻ ബോ ഫിഷിംഗ് എയിം അറ്റ് എ പോയിൻറ്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസീവ്ഡ് പൊസിഷൻ ഓഫ് ദ ഫിഷ്. വൈ, അതായത് മീനിനൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് മീനിനെ കാണുന്നെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിലും കുറച്ച് താഴെയായിരിക്കും അവർ എയിം ചെയ്യുന്നുണ്ടാവുക. കാരണം ഫിഷ് കുറച്ച് താഴെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കേട്ടോ. വൈ ഡു സ്റ്റാർസ് അറ്റ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് ട്വിങ്കിൾ? അതായത് നക്ഷത്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് തിളക്കം ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ കാരണമാണിത് കേട്ടോ. അതായത്
നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറും കടന്നിട്ടാണ് സ്റ്റാർ ലൈറ്റ് എർത്തിലേക്ക് എത്തുന്നത് അല്ലേ. സ്റ്റാർ എന്ന് പറയുമ്പോൾ സണ്ണിനേക്കാളും കുറേയധികം ദൂരെയാണ് സ്റ്റാറുകളുള്ളത്. സൺ റിലേറ്റീവ്ലി അടുത്താണ് കേട്ടോ. ബാക്കിയുള്ള സ്റ്റാർസൊക്കെ വളരെയധികം ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ റേസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ നമുക്ക് കുറേ ലെയറുകളായിട്ട് തിരിക്കാനായിട്ട് പറ്റും അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ജോഗ്രഫിയിലൊക്കെ. അപ്പോൾ പലതരം ലെയറുകളായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ലൈറ്റ് റേസ് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരുന്നതിന് പകരം കണ്ടോ, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളഞ്ഞാണ് എന്ത് ചെയ്യുക, ലൈറ്റ് എർത്തിലേക്ക് എത്തുന്നത്. നമ്മളെ കണ്ണ് എന്താ സെൻസ് ചെയ്യുക? ലാസ്റ്റ് വന്ന ഈ ലൈറ്റ് റേ ഇല്ലേ, ലാസ്റ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തിയ ലൈറ്റ് റേ, അതിനെ നേരെ ബാക്ക്വേർഡ് പ്രൊഡ്യൂസ് ചെയ്താൽ അവിടെ നിന്നാണ് ലൈറ്റ് വന്നതെന്ന് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറിനെ തൽക്കാലം ഇവിടെ കാണും. ഇനി എന്ത് ചെയ്യുമെന്നറിയോ? അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഡെൻസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി. അപ്പോൾ ലാസ്റ്റ് ലൈറ്റ് റേ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെയാണ് വന്നത്, പിന്നെ ചിലപ്പം ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ സ്റ്റാറിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കാണും. ചിലപ്പോൾ സ്ലൈറ്റ് ഡിഫറൻസ് വീണ്ടും വരാം, അപ്പോൾ സ്റ്റാറിനെ നമ്മൾ ഇവിടെ കാണും. കണ്ടോ, അങ്ങനെ സ്റ്റാറിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, കുറച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു റിഫ്രാക്ഷൻ കാരണം ആക്ച്വൽ എവിടെയാണോ സ്റ്റാർ ഉണ്ടായത് അതിനേക്കാളും കുറച്ച് ഉയരത്തിലാണ് സ്റ്റാർ ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീലിങ്ങും നമുക്കുണ്ടാവും. ഓക്കെ, ഈ ഒരു ഡയഗ്രാം ഇതിലെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ നീറ്റായിട്ട് വരച്ച് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ടാണ് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ലൈറ്റ് റേസ് ഞാൻ പറഞ്ഞല്ലോ ഡെൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ 2 ലെയർ എടുത്തു കഴിഞ്ഞാൽ റെയറർ ടു ഡെൻസറാണ് വരുന്നതെങ്കിൽ ലൈറ്റ് റേ ഇതാ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വരും ഡെൻസർ മീഡിയത്തിലേക്കാവുമ്പം. അതേസമയം ഡെൻസർ ടു റെയറാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നെങ്കിൽ മിക്കവാറും ഇങ്ങനെ എവേ ഫ്രം നോർമൽ എന്ന് പറയുമ്പോൾ ദൂരെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ചില സമയത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി ഈ ഒരു രീതിയിലാവാൻ സാധ്യതയുണ്ട്, ചില സമയത്ത് ഈ ഒരു രീതിയിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായത് നമുക്കങ്ങനെ നമ്പറൊന്നും പറയാൻ പറ്റില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ചില സമയത്ത് നമുക്ക് പറയാം, ഇപ്പോൾ സ്റ്റാറിൽ നിന്നൊരു 10 ലൈറ്റ് റേസ് ആണ് വരുന്നതെങ്കിൽ ചില സമയത്ത് റിഫ്രാക്ഷൻ കൊണ്ട് ഒരു 3 എണ്ണേ നമ്മളെ കണ്ണിലെത്തും. ചില സമയം 10 വരാം, ചില സമയം 7, ചില സമയം 1. അപ്പോൾ ചെറിയ നമ്പറുകളിൽ വരുമ്പം സ്റ്റാർ ഡിമ്മായി തോന്നും, വലിയ നമ്പറുകൾ വരുമ്പം സ്റ്റാർ ബ്രൈറ്റായിട്ടും തോന്നും. അപ്പോൾ അതും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ഓക്കെ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഈവൻ ആഫ്റ്റർ ദ സൺ ഹാസ് പാസ്ഡ് വെസ്റ്റേൺ ഹൊറൈസൺ the sun is visible for some more time. Similarly, the sun can be seen few seconds before it reaches eastern horizon in the morning. What is the reason? അതായത് സൂര്യാസ്തമയം സംഭവിച്ചു കഴിഞ്ഞാലും സണ്ണിനെ നമുക്ക് കുറച്ച് നേരം കാണാൻ പറ്റും. സൂര്യോദയം ആക്ച്വൽ സൺറൈസ് അല്ലെങ്കിൽ സൂര്യോദയം നടക്കുന്നതിന് മുമ്പും നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എർത്തിൽ ഓരോ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കും ഹൊറൈസൺ വേറെയാണ് വരിക കേട്ടോ. കാരണം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കണ്ണിൻ്റെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫ്ലോറിൻ്റെ ആ ലെവലിൽ വരുന്ന ഭാഗം ഇവിടെ നിൽക്കുന്നയാൾക്ക് ഇതാണ് ഹൊറൈസണായിട്ട് വരിക. മനസ്സിലായല്ലോ അല്ലേ? ചക്രവാളം എന്ന് പറയുന്നത് ഓരോ പൊസിഷൻ അനുസരിച്ച് മാറി വരും. അതായത് ഇവിടെ നിൽക്കുന്ന ആൾക്ക് അതായിരിക്കില്ല ഹൊറൈസൺ എന്നർത്ഥം. ഓക്കെ, ഇനി ഇതാണ് ഹൊറൈസണിൻ്റെ താഴെയാണ് സണ്ണുള്ളത്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത രീതിയിൽ സണ്ണ് താഴെയാണുള്ളത് ആക്ച്വലി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു?
ഈ സ്റ്റാർസിൻ്റെ കേസിൽ സംഭവിച്ച പോലെ തന്നെ സൺലൈറ്റ് റിഫ്രാക്ഷൻ കൊണ്ട് വളഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുക. ഡ്യൂ ടു റിഫ്രാക്ഷൻ സൺലൈറ്റ് വളഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. കണ്ടല്ലോ. ഇനി ലാസ്റ്റ് വന്ന ലൈറ്റ് റേ ഏതാണോ അതിനെ നമ്മൾ ബാക്ക്വേർഡ് നേരെ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഒരു സ്ഥലത്താണ് സണ്ണിനെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആക്ച്വലി സൺ ഇവിടെയാണുള്ളത്, പക്ഷേ ഇവിടുന്നാണ് ലൈറ്റ് വന്നത് എന്ന് തോന്നും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സണ്ണിനെ ഇവിടെയാണ് കാണുക. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ലൈറ്റ് റേസ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് വന്നത് അവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ കാണും. അപ്പോൾ നമുക്ക് ലൈറ്റ് റേക്ക് ഇങ്ങനെ വളവ് വന്നതുകൊണ്ട് ഇവിടെ നിന്നാണ് ലൈറ്റ് റേസ് വന്നത് എന്നൊരു തോന്നലുണ്ടാവുന്നു. അതുമൂലം സണ്ണിനെ നമ്മൾ ഇവിടെ കാണുന്നു. ഒരു 2 മിനിറ്റ്സ് മുമ്പേ നമുക്ക് സൺറൈസിന് മുൻപേ കാണാൻ പറ്റും. അതേപോലെ സൺസെറ്റിന് ശേഷം ഒരു 2 മിനിറ്റ്സ് സണ്ണിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് വരുത്തേണ്ടത്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഡിയേഴ്സ്.